ഈശോയിൽ സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുവാനായിട്ട് മംഗളവാർത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ദൈവം മനുഷ്യനായി, മനുഷ്യനെ ദൈവമാക്കുവാൻ. ഇതാണല്ലോ ക്രിസ്മസിൽ നാം ആഘോഷിക്കുന്നതും ഈശോയുടെ തിരുപ്പിറവി നമുക്ക് സമ്മാനിക്കുന്നതും. ഈ ദിവസങ്ങളിൽ നാം ഒത്തിരിയേറെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈശോയുടെ വരവിനായിട്ട് ഈശോയെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇന്ന് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വിശുദ്ധ യോസേപ്പിതാവിനെ കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് പരിശുദ്ധ അമ്മയ്ക്കല്ല, വിശുദ്ധ യോസേപ്പിതാവിനാണ് ദൈവം ഈശോ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്യുമെന്നുള്ള മംഗളവാർത്ത അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, യോസേപ്പിതാവിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനമനുസരിച്ച് പരിശുദ്ധ അമ്മയെ ഭാര്യയായിട്ട് സ്വീകരിക്കുവാനും ഈശോയെ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാനുമായിട്ടൊക്കെ. എങ്കിലും വിശുദ്ധ യോസേപ്പിതാവിനെ കുറിച്ച് പറയുക, അദ്ദേഹത്തിന്റെ നിദ്രയുടെ സമയങ്ങളിലാണ് ദൈവം അദ്ദേഹത്തിന് അരുളപ്പാടുകൾ നൽകിയത്. അദ്ദേഹം ഒരു ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു. അദ്ദേഹം സംസാരിച്ചതായിട്ട് സുവിശേഷത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടുമുട്ടുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് സംസാരിക്കാതെ പ്രവൃത്തിയിലൂടെ വിശുദ്ധ യോസേപ്പിതാവ് ദൈവവചനത്തോട് എങ്ങനെ നാം പ്രതികരിക്കണമെന്ന് നമുക്ക് മാതൃകയായിട്ട് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്തിൽ നമ്മളും നമ്മുടെ അനുദിന ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളെ നമുക്ക് സ്വീകരിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ മുതിർന്നവരിലൂടെ, നമ്മുടെ അധികാരികളിലൂടെ, ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക പ്രചോദനങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ ദൈവത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കും ഈശോയുടെ വഴിയെ മുന്നേറുവാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ യോസേപ്പിതാവ് ഒന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം വളരെ നിശബ്ദമായിട്ട് ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം എന്താവശ്യപ്പെട്ടോ അത് ചോദ്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന വിശുദ്ധനെ നമ്മൾ യോസേപ്പിതാവിനെ കണ്ടുമുട്ടുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ദൈവഹിതത്തിനെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് പലപ്പോഴും നാം മുതിരാറുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ, അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഈ ആഗമന കാലത്ത്, ഈ മംഗളവാർത്താ കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ നിശബ്ദമായിട്ട് ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതവും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതായിട്ട് മാറും. വിശുദ്ധ യോസേപ്പിതാവിന്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ആത്മീയമായിട്ട് നമുക്കൊരുങ്ങാം. അതിനായിട്ട് ഈശോനാഥൻ നമ്മളെല്ലാവരെയും